ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നല്ല പണിയുള്ളൊരു ദിവസമാണ്. പക്ഷേ അടുക്കള പണിയല്ല, ഞാൻ ഒതുക്കി. പക്ഷേ ഇനി അടുക്കളയും കൂടെ അലങ്കോലമായിട്ട് കിടക്കുന്ന കണ്ടില്ല, അതൊന്ന് ഒതുക്കണം. അത് ഒതുക്കിയതിന് ശേഷം വേറൊരു പണിയുണ്ട്, അത് മുട്ടൻ പണിയാണ്. അപ്പോൾ അടുക്കള ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഫ്രണ്ടിൽ പോയി കിടന്നിട്ടുണ്ടായിരുന്നു. മക്കളൊക്കെ എണീറ്റ് വരുന്നതേ ഉള്ളൂ. അങ്ങനെ തലേന്ന് ചേട്ടൻ കൊണ്ടുവന്ന ഐസ്ക്രീം ഉണ്ടായിരുന്നു. എനിക്കും മക്കൾക്കും കൂടെ കോൺ ഐസ്ക്രീമാണ് കൊണ്ടുവന്നത്. പിന്നെ പാലും കൂടെ കാച്ചണം. അങ്ങനെ കോൺ ഐസ്ക്രീമൊക്കെ എടുത്ത് ഞാൻ അതൊക്കെ കഴിച്ചതിന് ശേഷം മോൾക്ക് പപ്സ് മതി എന്ന് പറഞ്ഞു. അങ്ങനെ പപ്സ് ഞാൻ മേടിച്ചുകൊണ്ട് കൊടുത്തായിരുന്നു. പിന്നെ മേടിച്ചുകൊണ്ട് കൊടുത്തപ്പോൾ ഞാൻ വെച്ച് ഒന്ന് പുറത്ത് പോവാം എന്നുള്ള രീതിക്കാണ് പുറത്ത് ഞാൻ വണ്ടി വെച്ചത്. പിന്നെ എനിക്ക് വേറെ ഒരു നല്ലൊരു പണി വീട്ടിൽ കിടപ്പുണ്ടോണ്ട് ഞാൻ പുറത്ത് പോയില്ല. വണ്ടി അപ്പോഴേ അകത്ത് കയറ്റി വെച്ച്. ഇതാണ് മുട്ടൻ പണി. ഇതെന്ന് വെച്ചാൽ ഒരു 2 മാസം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ പണിയാണ്. ഈ കട്ടിലിൽ ബെഡ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. താഴെ കിടക്കുന്ന തുണിയെന്ന് വെച്ചാൽ അതെല്ലാം കഴുകാനുള്ള തുണിയാണ്. ഇതെങ്ങനെ കഴുകും, ഇതെന്താണ് ഇതെന്നും എനിക്കറിയാൻ വയ്യ. ഞാൻ തന്നെ ഇട്ട് കൂട്ടി ഇങ്ങനെ ആക്കി എടുത്തതാണ്. പണ്ടൊക്കെയെന്ന് വെച്ചാൽ എനിക്ക് ഒരു തുണി കഴുകിയില്ലെങ്കിൽ എന്നും തുണി കഴുകി ഞാൻ ഇടുമായിരുന്നു. അപ്പോൾ അതെനിക്ക് ഒരു ദിവസം കഴുകിയില്ല, എനിക്ക് ഭയങ്കര ഒരു ഏതെങ്കിലുമൊക്കെ ജോലി ചെയ്യുമ്പോഴല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ പോയി നിൽക്കുമ്പോഴേ എനിക്കങ്ങ് ടെൻഷൻ. അയ്യോ, വീട്ടിൽ ഇത്രയും തുണി കിടക്കുന്നത് എങ്ങനെ കഴുകും, അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ പോകുമ്പോഴത്തേക്കും ഇതെല്ലാം പറക്കി വാരി ഒരു വലിയൊരു കവറിനകത്ത് ആക്കിക്കൊണ്ട് പോയിട്ട് വീട്ടിൽ നിന്ന് കഴുകുമായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് അങ്ങനെയുള്ള ടെൻഷനൊന്നുമില്ല. അതെന്താണെന്ന് എനിക്കറിയാൻ വയ്യ ഗൈസ്. ഇപ്പോൾ എന്ന് വെച്ചാൽ പിന്നെ കഴുകാം, നാളെ ആവട്ടെ. ഒരു 2 ദിവസം കറക്റ്റായിട്ട് കഴുകിപ്പോയാൽ എനിക്ക് കുഴപ്പമില്ല, വാഷ് ചെയ്താൽ കുഴപ്പമില്ല. പക്ഷേ ഒരു 2 ദിവസം എനിക്കൊരു ഡിലേ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ നല്ല രീതിയിൽ പെൻഡിങ് വെക്കും. എന്നിട്ട് ഈ തുണികളെല്ലാം ഇങ്ങനെ ഇട്ടിട്ടിട്ടിട്ട് ഇങ്ങനെ കൂട്ടും. ചേട്ടൻ്റെ തുണിയാണെങ്കിൽ ചേട്ടനാണെങ്കിൽ വാഷിംഗ് മെഷീൻ ഇടാൻ സമ്മതിക്കത്തില്ല. പിന്നെ എൻ്റെ വീട്ടിൽ ഇടുന്നത് ബെഡ്ഷീറ്റും കാര്യങ്ങളെല്ലാം അതിനകത്ത് ഇട്ട് കഴുകാൻ പറ്റുക. ബെഡ്ഷീറ്റൊക്കെ എങ്ങനെ എടുത്ത് പൊക്കുമെന്ന് എനിക്കോലും അറിഞ്ഞൂടാ. പിന്നെ ദാണ്ട ഈ ബെഡിൽ കിടക്കുന്ന തുണികളുടെ കാര്യമാണ് പറയാനുള്ളത്. ഇതെന്ന് വെച്ചാൽ ഒരു 2-2.5 മാസത്തെ തുണിയാണ്. ഞാൻ കഴുകും, എടുത്തുകൊണ്ട് മേളി വിരിച്ചിടും. അവിടെ നിന്ന് നേരെ എടുത്തുകൊണ്ട് വന്ന് കട്ടിലിനകത്ത് ഒറ്റയിടലാണ്. പിന്നെ അതിനകത്തുനിന്ന് ഇടയ്ക്കുന്നും പുറയ്ക്കുന്നൊക്കെയാണ് തപ്പിയെടുത്ത് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഇട്ടുകൊണ്ട് പോയി, അല്ലെങ്കിൽ വീട്ടിൽ ഇടുന്ന ഡ്രസ്സുകളെല്ലാം അങ്ങനെയാണ് നോക്കിയെടുക്കുന്നത്. പിന്നാവട്ട് എന്ന് വെച്ച് ഇത്രയായി. കുറേ ബെഡ്ഷീറ്റ് ഉണ്ടായിരുന്നു. ഈ ബെഡ്ഷീറ്റൊക്കെ നമ്മൾ മേടിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളെല്ലാം ബംഗാളികൾ ബെഡ്ഷീറ്റ് കൊണ്ട് വരത്തില്ലായിരുന്നു. അപ്പോൾ ഞാനും അമ്മയും കൂടെ വില പേശിയിട്ട് ഒരു 2 സെറ്റിൻ്റെത് 300 രൂപയ്ക്ക് കിട്ടും. അങ്ങനെ നമ്മൾ കുറേ ബെഡ്ഷീറ്റ് അന്നൊക്കെ കുറച്ച് നാൾ മുന്നേയൊക്കെ കുറേ ബെഡ്ഷീറ്റ് മേടിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ബെഡ്ഷീറ്റൊക്കെയാണിത്. അങ്ങനെ ദാണ്ട് ഈ വീട്ടിലിടുന്നത്, പിന്നെ ചേട്ടൻ്റെ കയ്യിൽ ഇത് എല്ലാം ഞാൻ മടക്കി വാരി ഈ കട്ടിലിൻ്റെ സൈഡിലോട്ടാണ് ഞാൻ വെക്കുന്നത്. പിന്നെ ഓരോ ഡ്രസ്സും മടക്കിയിട്ട് ഇങ്ങനെ കൊണ്ട് വയ്ക്കാറില്ല, എല്ലാം കൂടെ മടക്കി ഒരേ സെക്ഷനായിട്ട് മടക്കി വെക്കുന്നത്. ഈ കാണുന്ന ഈ ഫ്രോക്ക് ഉണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഫ്രോക്കാണ്. എന്ന് വെച്ചാൽ ഫ്ലോറൽ പ്രിൻറ്റ് സാരി മേടിച്ചിട്ട് ഞാൻ അപ്പയെ കൊണ്ട് തയ്പ്പിച്ചാണ്. നല്ല ഭംഗിയായിരുന്നു. ഇപ്പോൾ എനിക്കില്ല, പോത്തക്കുട്ടി ആയതുകൊണ്ട് ഭയങ്കര പാടാണ്, ഇത്തിരി ഒരു ടൈറ്റാണ്. പക്ഷേ അത് അഴിച്ചു വിടാൻ കുറേ കിടപ്പുണ്ട്. എന്നാലും മടി കാരണം അത് അഴിച്ചു വിടാൻ ഞാൻ ഇടാതെ വെച്ചിരിക്കുകയാണ്. പക്ഷേ അതെനിക്ക് ഇടണം. ഭയങ്കര നല്ല ഫ്ലെയറൊക്കെ ഉള്ള ഫ്രോക്കാണ്. പിന്നെ ഓരോ സെക്ഷനായിട്ട് ഞാൻ മടക്കിയതിന് ശേഷം അതെല്ലാം അലമാരിക്കകത്ത് കൊണ്ട് വയ്ക്കുന്നുണ്ട്. താഴത്തെ സെക്ഷനിൽ എൻ്റെ വീട്ടിൻ്റെ നമ്മൾ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ ഉടുപ്പാനിടുന്ന മുകളിലത്തെ സെക്ഷനിലെല്ലാം ഞാൻ അടുക്കി വെക്കുന്ന ബെഡ്ഷീറ്റാണ്. ബെഡ്ഷീറ്റ് എന്ന് വെച്ചാൽ കുറേ കാണും. പക്ഷേ എനിക്ക് മക്കൾക്ക് എല്ലാവരും ഇവർക്കെല്ലാം ചൂടണം. എനിക്കൊക്കെ ഷീറ്റ് ചൂടിയാലേ ഉറക്കം വരുത്തുള്ളൂ. പക്ഷേ ചേട്ടന് ഷീറ്റൊന്നും വേണ്ട, ചേട്ടൻ്റെ ഒരു കയ്യിൽ മതി, കയ്യിൽ വിട്ടുത്തോണ്ട് ചേട്ടനും കിടന്നോളൂ. പക്ഷേ എനിക്ക് ഷീറ്റ് മസ്റ്റാണ്, മക്കൾക്കും അതുപോലെയാണ്. പിന്നെ ഈ സാരിയുടെ കാര്യം, സാരി എന്ന് വെച്ചാൽ കസിൻ്റെ കല്യാണത്തിന് ഉടുത്ത സാരിയാണ് ഈ സാരി. ഈ 2 സാരിയുടെ കാര്യം പറയേണ്ട കാര്യമാണ്. ഇത് രണ്ടും ഞാൻ ബോളായിട്ട് ഇങ്ങനെ ഉരുട്ടിയിട്ട് ഒരു സൈഡിലോട്ട് ഒരു മൂലയിലോട്ട് ഇങ്ങനെ ഇട്ടേക്കും. പക്ഷെ സാരി മടക്കാൻ നേരം ആരും വീട്ടിൽ കാണത്തില്ല. ആ സമയത്തായിരിക്കും ഞാൻ ഇതൊക്കെ ചെയ്യാൻ പോകുന്നത്. ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമല്ല നമുക്ക് സാരി ഇങ്ങനെ മടക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ചിലവർക്കാണെങ്കിൽ എനിക്കൊന്നൊക്കെ പെട്ടെന്ന് മടക്കാൻ പറ്റും. പക്ഷേ എനിക്കാണെങ്കിൽ ഒരാളും കൂടെ വേണം. പണ്ടൊക്കെ ഈ ബെഡ്ഷീറ്റ് മടക്കാൻ തന്നെ 2 പേരെ ഞാൻ പിടിക്കുമായിരുന്നു. ഇപ്പോൾ പിന്നെ എല്ലാം ചെയ്ത് ശീലിച്ചുകൊണ്ട് ആ ഒരു അവസ്ഥ ആയതുകൊണ്ട് നമുക്കതെല്ലാം ചെയ്തല്ലേ പറ്റത്തുള്ളൂ. അങ്ങനെ ബെഡ്ഷീറ്റ് എല്ലാം മടക്കി ഒതുക്കി എടുത്ത് വെച്ച് പിന്നെ ഈ കുഞ്ഞു സാധനങ്ങളുണ്ടല്ലോ, ഇപ്പോൾ എൻ്റെ മക്കളുടെ പാൻറ്റീസ്, എൻ്റെ ബ്രാ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളെല്ലാം മാറ്റി ഞാൻ ഓരോ സെക്ഷനായിട്ട് ഇപ്പോൾ എൻ്റെ സാധനങ്ങൾ പാൻറ്റീസ് അങ്ങനെയൊക്കെയുള്ള ഇന്നർവെയർസ് എല്ലാം ഞാൻ ഒരു കവറിനകത്താക്കി വയ്ക്കും. മക്കളുടെ എല്ലാം വേറെ കവറിനകത്താക്കി വയ്ക്കും. അങ്ങനെയാണ് ചെയ്യാറ്. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ അളിച്ചു വാരി എടുക്കുമ്പോഴത്തേക്കും പിന്നെ അതെല്ലാം ചീത്തയാകും. പക്ഷേ ഇതൊക്കെ 2 ദിവസത്തേക്കേ ഉള്ളൂ. ഏതെങ്കിലും ഒരു ഡ്രസ്സ് കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇതെല്ലാം വലിച്ചു വാരി പിന്നെയും ഇടും. പക്ഷേ നേരം മിക്കവരും പോകുന്നതിന് കുറച്ച് അല്ലെങ്കിൽ തലേന്നൊക്കെ ആയിരിക്കും എല്ലാം എടുത്ത് സെറ്റാക്കി വെക്കുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ ഇപ്പം ഇന്ന് പോകണമെന്നുണ്ടെങ്കിൽ കുളിച്ച് കയറിയതിന് ശേഷം അലമാരി തുറക്കും, ഏത് ഡ്രസ്സ് ഇങ്ങനെ നോക്കും, എന്നിട്ട് പെട്ടെന്ന് ഇടും.
അപ്പം എനിക്ക് വിചാരിച്ച ഡ്രസ്സ് കിട്ടിയില്ലെങ്കിൽ മുകളിലുള്ള ഡ്രസ്സെല്ലാം ഞാൻ അളിച്ച് വാരി ഇട്ടതിന് ശേഷം പിന്നെ അലമാരി പഴയത് കണക്കാവും. അതാണ് എൻ്റെ ഏറ്റവും വലിയ കുഴപ്പം. അത് ഞാൻ എപ്പോഴും വിചാരിക്കും തലേന്ന് ഇങ്ങനെ സെറ്റാക്കി വെക്കണം എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ അങ്ങനെ സെറ്റാക്കി വെക്കാറില്ല. കൊച്ചിലെയൊക്കെ കോളേജിൽ ടൈമിലൊക്കെ ആയിരുന്നെങ്കിൽ ഞാൻ അങ്ങനെയൊക്കെ സെറ്റാക്കി വെക്കുമായിരുന്നു. ഇപ്പോൾ മടിയോട് മടി. ഇപ്പോൾ അടുക്കള ജോലിയെല്ലാം ചെയ്ത് ഇപ്പോൾ എവിടുന്നാണ് സമയം. അങ്ങനെ എന്തൊക്കെയായാലും ഈ അലമാരി എന്തൊക്കെയായാലും സെറ്റായി. ഇനി ബാക്കി കിടക്കുന്ന തുണികളെല്ലാം അപ്പുറത്തെ അലമാരിലോട്ട് നമുക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ആ അലമാരി ഒതുക്കാൻ ഇനി വേറൊരു ദിവസം കണ്ടുപിടിക്കണം. ഈ അലമാരി ഒതുക്കിയപ്പോൾ തന്നെ എൻ്റെ കട്ട ഇളവി. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇനി അപ്പുറത്തെ റൂമിൽ അത് കൊണ്ടുവച്ചതിന് ശേഷം ആ അലമാരി പിന്നെ ഒരു ദിവസം ഒതുക്കാം. അങ്ങനെ ഇതെല്ലാം ഒതുക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ആ ബെഡിനകത്തിരുന്നപ്പോൾ എന്തൊരാശ്വാസമായി, നല്ല സുഖം. ഇത് പെട്ടെന്ന് നമുക്ക് ഓടി വന്നൊന്ന് കിടക്കണമെന്നുണ്ടെങ്കിൽ പറ്റത്തില്ലായിരുന്നു. വെച്ചാൽ ആ ബെഡ് ഫുള്ള് തുണികളായിരുന്നപ്പോഴത്തേക്കും നമുക്ക് ഒരു ഇറിറ്റേഷൻ ആയിരുന്നു ആ റൂമിലോട്ട് കയറുന്നത്. പക്ഷേ ഇപ്പം നല്ല സുഖമുണ്ട്, നല്ല കിടക്കാം, ഒരു തുണി പോലും ഇല്ല. പക്ഷേ ഇത് ചങ്കരൻ പിന്നെയും തെങ്ങിൽ തന്നെ എന്ന് പറയുന്ന കണക്കാണ്. 2 ദിവസം നല്ല ഫ്രീ ആയിട്ട് നല്ല വൃത്തി കിടക്കും. 3-ാമത്തെ ദിവസം കഴുകിയിടും. കഴുകാൻ നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും ചില ദിവസങ്ങളിൽ. പക്ഷേ ഈ തുണി മടക്കുന്ന കാര്യത്തിലാണ് മിക്ക പെൺപിള്ളേർക്കും ഉള്ളതാണ്. ഇനി എൻ്റെ മാത്രം കുഴപ്പമാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മിക്കവർക്കും അങ്ങനെ ആയിരിക്കും, എനിക്കറിയാൻ വയ്യ. പക്ഷേ ഞാൻ ഇങ്ങനെയാണ്. എനിക്കാണെങ്കിൽ തുണി മടക്കുന്ന കണക്ക് മക്കളെങ്ങാണ്ടൊന്ന് മടക്കാൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയുള്ള